ഹലോ. ഇല്ല അമ്മ, ഇന്ന് രാവിലെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിയില്ല. ചേട്ടന് ഓട്സ് ഉണ്ടാക്കി കൊടുത്തു. ഉച്ചയ്ക്ക് എന്തെങ്കിലും തട്ടി കൂട്ടണം. പണിയൊന്നും എടുക്കാണ്ടിരിക്കാനുള്ള അവളെ അടവ് ശരിയാക്കി തരാടി നിനക്ക്. ഓ, ഇവിടെ ചെടിക്ക് വെള്ളം ഒഴിച്ചുകൊണ്ട് നിൽക്കുവാണോ? ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്തോളം ഉണ്ടാക്കിയെന്നറിയാവോ? ഓട്സ്. പാവം ചേട്ടൻ അതും കഴിച്ചുകൊണ്ടാണ് നിൽക്കേണ്ടത്. ഉച്ചയ്ക്കാണെങ്കിൽ ലഞ്ച് പോലും ഇല്ല. അമ്മ ഇതൊന്നും ശ്രദ്ധിക്കത്തില്ലേ? ഒന്ന് വിളിച്ച് ചോദിച്ചേ. അവള് വന്ന് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും തകിടം മറിഞ്ഞല്ലോ. ഒന്ന് വിളിക്കും അമ്മ, കേക്കട്ടെ. അയ്യോ മോളെ, ഞാനൊന്നും അറിഞ്ഞില്ല. എനിക്കിന്ന് മൃദുവായതുകൊണ്ട് ഞാനൊന്നും കഴിച്ചതുമില്ല. ഞാൻ അടുക്കളയിൽ പോലും കയറിയതുമില്ല ഇന്ന്. ചോദിക്ക് വിളിക്കവളാ. മോളെ, ഞാൻ അവളെ ഒന്ന് വിളിച്ച് ചോദിക്കട്ടെ. ഡീ, ഇങ്ങോട്ടൊന്ന് ഇറങ്ങി വന്നേ നീ. ഇതോ വരുന്നു. ചോദിക്കാനുള്ളത് അപ്പോഴേ ചോദിക്കണം, കേട്ടല്ലേ? എന്താ അമ്മ എന്നെ വിളിച്ചേ? ഇന്ന് വരെ എൻ്റെ മോനെ ജോലിക്ക് പോകുന്ന സമയത്ത് രാവിലെ ആഹാരം കഴിച്ചിട്ടേ പോത്തുള്ളൂ. ഞാനാണെങ്കിൽ അവന് ഉച്ചയ്ക്ക് ലഞ്ചും കൊടുത്തു വിടും. നീ എന്തോ ചെയ്യുന്നത്? വല്ലതും ഉണ്ടാക്കി കൊടുത്തായിരുന്നു അവനെ? അല്ല, ഞാൻ ചോദിക്കാം, നീ എന്തോ ഇവിടെ ചെയ്തോണ്ടിരിക്കുന്നത് ഇപ്പോഴേ? അയ്യോ, അതായിരുന്ന കാര്യം. പിന്നെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചിനും എന്തുവാന്നുള്ളതെന്ന് പെട്ടെന്ന് പറഞ്ഞേ, സമയമില്ല ഉണ്ടാക്കാനാ. അയ്യോ, എനിക്കൊന്നും വേണ്ട. വല്ല ലൈറ്റ് ആയിട്ട് വല്ലതും മതി. വല്ല ഓട്സോ വല്ലതും മതി. ഓട്സോ? നീ ലഞ്ച് ഒന്നും ചെയ്യണ്ട. നീ ഓഫീസിൽ പാർട്ടി ഉണ്ട്, ഞാൻ അവിടെ നിന്ന് കഴിച്ചോളാം. ശരി ശരി. അമ്മ മോളുടെ വാക്ക് മാത്രം കേൾക്കാതെ എന്നോട് കൂടി ഇങ്ങോട്ട് ചോദിക്കണം. എന്നിട്ട് വേണം എന്നോട് ദേഷിക്കാൻ. പിന്നെ ചേച്ചി, അവിടുത്തെ കാര്യം ഇവിടെ പറയുന്നതും ഇവിടുത്തെ കാര്യം അവിടെ പറയുന്നതും അത് നല്ല സ്വഭാവമല്ല. അതങ്ങ് നിർത്തിയേരെ. ചേച്ചി, അമ്മയെ കാണാൻ വന്ന അമ്മയുടെ വിശേഷം തിരക്കിയിട്ട് വീട്ടിൽ പോകണം. അല്ലാതെ എന്റെ കുടുംബകാര്യത്തിൽ ഇടപെടരുത്. പിന്നെ എന്നെ കൊണ്ട് ഈ കാര്യം ഒരിക്കൽ കൂടി പറയിപ്പിക്കരുത്.